എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. അമ്മുക്കുട്ടി ഞാൻ പറഞ്ഞില്ല, അമ്മുക്കുട്ടിയുടെ പേര് ആദ്യം പറഞ്ഞത്. അമ്മുക്കുട്ടി ലവ്, അമ്മുക്കുട്ടി സുവീർ, അതൊക്കെ അത്രേ ഉള്ളൂ. അമ്മുക്കുട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം ആലോചിക്കണം ഗൈസ്. ഞാനിവിടെ വീട്ടിൽ വരുമ്പോൾ വില്ലം ബ്രോ എൻ്റെ അടുത്ത് എന്നെ ജി ടി എ കളിപ്പിക്കാൻ അല്ലെ ജി ടി എയിലോട്ട് കൊണ്ടുവരുന്നത് എന്നത് വില്ലം ബ്രോ ആണ്. സോ ഒരു കാര്യം ഞാൻ പുള്ളി ഇപ്പോൾ വഴക്ക് പറയാറുണ്ട് സീരിയസ് ആയിട്ട്. എന്തിനാണെന്ന് അറിയോ ഗൈസ്? സ്ട്രീം ചെയ്യാത്തതിലല്ല, ഇങ്ങനെ ഇരുന്ന് സ്ട്രീം ചെയ്യുന്ന എന്തിനാന്ന് ചോദിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് എപ്പോഴും പറയും ഇവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് പറയും. അതായത് നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു സ്റ്റോറി വില്ലം ബ്രോയുടെ ബാക്ക്ഗ്രൗണ്ടിന്റെ പുറത്തുണ്ട്. വില്ലം ബ്രോയെ അത്യാവശ്യം എന്താ പറയാ, അത്യാവശ്യം നല്ല സബ് കൗണ്ട് ഉള്ള ഒരു യൂട്യൂബർ വില്ലം ബ്രോ ഗെയിം കളിച്ചാൽ അല്ലെ ഒരു ഗെയിമിംഗ് ചാനൽ തുടങ്ങിയാൽ നീ എങ്ങും എത്താൻ പോണില്ല, നിനക്ക് ഇതിൽ നിന്നൊന്നും കിട്ടാൻ പോണില്ല എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടായിരുന്നു വില്ലം ബ്രോയ്ക്ക്. അപ്പൊ വില്ലം ബ്രോയ്ക്ക് അത് നല്ല രീതിയിൽ ഹേർട്ടായി. അപ്പൊ ഞാൻ പരിചയപ്പെടുന്ന സമയത്ത്, അതായത് വില്ലം ബ്രോയ്ക്ക് അന്ന് 1000 സബ്ബോ 2000 സബ്ബോ എന്തോ ഉള്ളായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ വില്ലം ബ്രോയെ ഭയങ്കര അത്രയും വിഷമിച്ചിരുന്ന് കാണുന്നത് കേട്ടോ. വില്ലം ബ്രോ അവിടെ ഇരുന്ന് ഒരുമാതിരി ഷോക്കൊക്കെ ആയി ഭയങ്കര ഇതായിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇതേപോലെ ഞാൻ എന്നോട് പറഞ്ഞു പബ്ജി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ സ്ട്രീം ഇടുമ്പോൾ എന്നോട് പറഞ്ഞു വില്ലം ബ്രോ എൻ്റെ അടുത്ത് എവിടെയെന്ന് പറയുമായിരുന്നു. ആ സമയത്ത്, അതായത് ഞാൻ വില്ലം ബ്രോയുടെ നേരിട്ട് ഈ വീട്ടിൽ വിട്ട് മുമ്പ് വരെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു, എടാ ഞാൻ സ്ട്രീം ആദ്യമായിട്ട് എന്നെ പരിചയപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എൽഗാട്ടോ എങ്ങനെയാ കണക്ട് ചെയ്യണമെന്നുള്ള ഡൗട്ട് ചോദിക്കാൻ വേണ്ടി വിളിച്ചത്. അപ്പോൾ പുള്ളി സ്ട്രീമൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ പുള്ളിക്ക് ഞാൻ ഈ പറഞ്ഞില്ലേ ഈ ഒരു അത്യാവശ്യം ഫേമസ് ആയുള്ള ഒരു യൂട്യൂബറിന്റെ ബാക്കപ്പ് ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു വില്ലം ബ്രോ എന്നെ കോൺടാക്ട് ചെയ്തത്. ആ സമയത്ത് കുറച്ച് സീൻസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ പുള്ളി ഈ ഒരു ഗെയിമിംഗ് ആയിട്ടുള്ള ഒരു ഭയങ്കര ഡിറ്റാച്ച്മെന്റ് ഒക്കെ വന്നു. പിന്നെ പബ്ജി കളിക്കാൻ തുടങ്ങിയപ്പം നിങ്ങളെല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുമായിരുന്നു. എല്ലാവരും, അതായത് മേ ബി ചിലപ്പോൾ ഇന്നിവിടെ എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്ത് കമന്റ് ഇടുന്ന ആൾക്കാർ വരെ മേ ബി എന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. വില്ലം ബ്രോയെ എന്തിനാ ലൈവിൽ ഇങ്ങനെ വഴക്ക് പറയണേ, വില്ലം ബ്രോയെ നീ എന്തിനാ ഇങ്ങനെ ചെയ്തോ, എന്താ കൂടെ വരാത്തതെന്ന് പറഞ്ഞാൽ നീ കയറിപ്പോയി ചത്തല്ലേ, എന്നിട്ട് എന്തിനാ വില്ലം ബ്രോയെ കുറ്റം പറയണേ എന്നൊന്ന് ചോദിച്ചുകൊണ്ട് എല്ലാവരും എന്നെ കുറ്റം പറയാറുണ്ട്. എല്ലാവരും, അതായത് ഈവൻ എനിക്ക് എന്നെ അറിയാവുന്ന ആൾക്കാർ പോലും. പക്ഷെ അന്നേരം വില്ലം ബ്രോ എൻ്റെ അടുത്ത് തിരിച്ചൊന്നും പറഞ്ഞിട്ടില്ല. കാരണം എന്താണെന്ന് വില്ലം ബ്രോയ്ക്ക് നല്ലതുപോലെ അറിയാം. കാരണം ഞങ്ങൾ കുത്തിയിരുന്ന് ഡിവോഴ്സ് സ്കോഡ് കളിക്കാൻ കഴിയും. നിങ്ങളില്ലാത്ത സമയത്ത് കുത്തിയിരുന്ന് ഡിവോഴ്സ് സ്കോഡ് കളിക്കും. അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്കൊരു ആഗ്രഹം ശരിക്കും ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പറയുമായിരുന്നു, വില്ലം ബ്രോ എന്നെ താങ്ങി നിൽക്കാതെ ഇൻഡിവിജ്വലായിട്ട് വില്ലം ബ്രോയ്ക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടിട്ടേ കാര്യമുള്ളൂ, അല്ലാതെ ഞാൻ ഈ റെയ്ഡ് തന്നിട്ട് ഒരു കാര്യമില്ല എന്ന് ഞാൻ വില്ലം ബ്രോ അടുത്ത് പറയാമായിരുന്നു. കാരണം ഞാൻ ലൈവ് വരുമ്പോൾ നിങ്ങൾ എപ്പോഴും എൻ്റെ ലൈവ് കാണാൻ വരും. അപ്പോൾ വില്ലം ബ്രോയ്ക്ക് വില്ലം ബ്രോയുടെ ആയിട്ടുള്ള ഒരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ഒരു രീതിയിൽ വില്ലം ബ്രോ ഇതാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞ് കളിച്ചു തുടങ്ങി മര്യാദക്ക്. ഞാൻ റേപ്പറിനെയും ഡ്രീമറിന്റെ ഒക്കെ തെറി വിളിച്ചതുപോലെ വില്ലം ബ്രോ ഞാൻ എന്ത് വേണേലും പറയും. വില്ലം ബ്രോ ആ രീതിയിൽ എടുക്കാവൂ എന്നുള്ള രീതിയിൽ ഞാൻ വില്ലം ബ്രോ എടുത്ത് ആദ്യമേ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നിങ്ങളിങ്ങനെ ഓരോന്ന് ഞാൻ വില്ലം ബ്രോയെ പറയുന്നു എന്ന് പറഞ്ഞ് ഹേറ്റ് വരുമ്പോൾ ഞാൻ വില്ലം ബ്രോ എടുത്ത് പറയും, വില്ലം ബ്രോ ഇനി ഞാൻ നിങ്ങളൊന്നും പറയത്തില്ല, എനിക്ക് വയ്യ, ഞാൻ ഇനി നിങ്ങളൊന്നും പറയത്തില്ലെന്ന് പറയുമ്പോൾ വില്ലം ബ്രോ എടേ എനിക്ക് പ്രശ്നമില്ല, അവർക്ക് വല്ലവരുടെയും പ്രശ്നം നീ എന്തിനാ നോക്കണേന്ന് പറഞ്ഞ് വില്ലം ബ്രോ ആ രീതിയിൽ എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യുള്ളൂ. അപ്പം ഞാൻ തിരിച്ച് ഞാനിത് എത്ര ഞങ്ങൾ രണ്ടുപേരും കൂടെ 1v1 ഏറ്റവും കുറഞ്ഞത് ഞാൻ പറയാം, ഏറ്റവും കുറഞ്ഞത് ഞാൻ എൻ്റെ മൂവ്മെന്റ് പ്രാക്ടീസ് ചെയ്യാൻ ആകെ ഉപയോഗിച്ചത് വില്ലം ബ്രോയാണ്. വില്ലം ബ്രോയെ കൊന്നുണ്ടോ ഞാൻ വില്ലം ബ്രോയെ ഏകദേശം തുടക്ക സ്റ്റാർട്ടിങ് ടൈമിൽ 10:40 തോപ്പിച്ചിട്ടുണ്ട് വില്ലം ബ്രോയെ. 10:40 തോപ്പിച്ച് കഴിഞ്ഞിട്ട് വില്ലം ബ്രോ പറഞ്ഞിടാ എനിക്കിതെല്ലാം മാറ്റണം അതെന്ന് പറഞ്ഞ് നിങ്ങൾ വിചാരിക്കണത് പോലെ വില്ലം ബ്രോ ആദ്യം കളിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ട രീതിയിലായിരുന്നു. വൃത്തികെട്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോ ഇപ്പൊ കളിക്കുന്നതിന്റെ വേറൊരു വെർഷനിലാണ് വില്ലം ബ്രോ കളിച്ചുകൊണ്ടിരുന്നത്. അതായത് തമ്പിന്റെ മുകളിലത്തെ വിരലും, ലെഫ്റ്റിലെ തമ്പിന്റെ മുകളിലത്തെ വിരലും, അതേപോലെ റൈറ്റ് ഹാൻഡിലെ തമ്പല്ല ഉപയോഗിക്കുന്നത്, പകരം റൈറ്റ് ഹാൻഡിലെ ഇൻഡെക്സ് ഫിംഗർ ആയിരുന്നു സ്ക്രീനിൽ ടച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ലേ ഔട്ട് വെറുതെ ഒന്ന് റീ എഡിറ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ അത് വെച്ച് കളിക്കാൻ പറഞ്ഞു. കളിപ്പിച്ച് പ്രാക്ടീസ് ചെയ്ത് ഞങ്ങൾ ഏറ്റവും കുറഞ്ഞത് ഒരു 1000-2000 അത്രയെങ്കിലും കളിച്ചിട്ടുണ്ടായിരിക്കും 1v1. കളിച്ച് കുത്തിയിരുന്ന് വില്ലം ബ്രോ ലെവലോട്ട് വന്നപ്പം
പിന്നീട് എനിക്ക് ഇത് നല്ലപോലെ ടൈറ്റായി തുടങ്ങി. വില്ലൻ ബ്രോ നല്ലപോലെ കില്ലെടുക്കാൻ തുടങ്ങി, എന്നെ അടിച്ചിടാൻ തുടങ്ങി, 1v1 ഞാൻ നല്ലപോലെ വീഴാൻ തുടങ്ങി. ഞാൻ നേരം വിചാരിച്ചു എൻ്റെ കളി മോശമായതാണോ എന്ന് വിചാരിച്ചപ്പോൾ അല്ല, വില്ലൻ ബ്രോയുടെ കളി ഇമ്പ്രൂവ് ആയി വരുവാണ്. അപ്പോൾ അങ്ങനെ ഇമ്പ്രൂവ് ആയി വന്ന് വില്ലൻ ബ്രോ ഇൻഡിവിജ്വലി ഒരു ഫാൻ ബേസ് ഉണ്ടാക്കി, ഒരു കളി ഉണ്ടാക്കിയെടുത്തപ്പോൾ വില്ലൻ ബ്രോയുടെ ഒരു ഫാൻ ബേസ് വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ വില്ലൻ ബ്രോയും ഞാനും എൻ്റെ ലൈവിൽ ഈ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ ഈ പെണ്ണിൻ്റെ സൗണ്ടിൽ സംസാരിച്ച് വില്ലൻ ബ്രോയെ തിരക്കി, അതായത് വില്ലൻ ബ്രോയുടെ സൗണ്ടിന് ഒരു ആരാധകർ എൻ്റെ ലൈവിൽ ആയി തുടങ്ങി. അപ്പോൾ വില്ലൻ ബ്രോ സ്വന്തമായിട്ട് ലൈവ് തുടങ്ങി കഴിഞ്ഞപ്പം ആ സൗണ്ടിൻ്റെ ഫാൻ ബേസ് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് എടുത്ത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ആ ഒരു ഫാൻ ബേസിൻ്റെ തുടക്കം ഇന്ന് വില്ലത്തി അമ്മുക്കുട്ടി എന്നൊക്കെ പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു റോളിൻ്റെ ഫാൻ ബേസ്, എൻ്റെ ഫാൻ ബേസ് സ്റ്റാർട്ട് ചെയ്യണത് വില്ലത്തിയുടെ ആ ഒരു ഞാൻ എന്ന് തൊട്ട് ഇൻഡിവിജ്വലായിട്ട്, അതായത് സ്വന്തമായിട്ട് സ്ട്രീം ചെയ്ത് തുടങ്ങണം എന്ന് പറഞ്ഞോ അന്ന് തൊട്ടാണ് ഞാൻ വില്ലത്തി ആ ഒരു ഡിസിഷൻ എടുത്തോണ്ടാണ് വില്ലത്തി ഇന്നിവിടെ നിൽക്കണത്. അന്നത്തെ പോലെ ഷോക്ക് അടിച്ച് നിന്നിരുന്നെങ്കിൽ ഉറപ്പായിരുന്നു ഇന്ന് ഈ ഇതിൽ എൻ്റെ റോൾ എന്താണെന്ന് പറഞ്ഞാൽ ഒരിക്കലും എൻ്റെ ലൈവിൽ നല്ല വില്ലൻ ബ്രോയ്ക്ക് ഇത്രയും ഫാൻ ബേസ് കിട്ടിയത്. വില്ലൻ ബ്രോയ്ക്ക് ഫാൻ ബേസ് കിട്ടിയത് രാവും പകലും കുത്തിയിരുന്ന് 8, 9, 10 മണിക്കൂർ സ്ട്രീം ചെയ്തിട്ടാണ് ഫാൻ ബേസ് കിട്ടിയത്. അല്ലാതെ എൻ്റെ ഒരാളുടെ സപ്പോർട്ടോ അല്ലെങ്കിൽ ഞാൻ ഉള്ളതുകൊണ്ടാണ് വില്ലത്തിക്ക് ഇത്രയും സബ് കിട്ടിയെന്ന് ഒക്കെ പറയണ അവന്മാരടുത്ത് ഒന്നും പറയാനില്ല, ഒരു കാര്യമില്ല. അതിൽ എൻ്റെ കാര്യം ഞാൻ പറയണല്ലോ, ഗോകു എനിക്ക് MRCയിൽ ഉണ്ടായിരുന്നപ്പോൾ ഒരു ബാക്കപ്പ് ഉണ്ട്, അതേപോലെ ഒരു പുഷ് ഉണ്ട്. ആ പുഷ് മാത്രമേ ഞാനും കൊടുത്തിട്ടുള്ളൂ. എൻ്റെ ചാനൽ വെച്ചിട്ട് ഞാൻ ആകെ വില്ലൻ ബ്രോയുടെ 1-2 വീഡിയോസ് എൻ്റെ കമ്മ്യൂണിറ്റി ടാബ് ഇട്ടിട്ടുള്ളൂ. അതേപോലെ വില്ലൻ ബ്രോയെ അറിയാവുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഇതിൽ മാത്രമാണ്. അതായത് എൻ്റെ ചാനലിൽ വന്ന് ഞാനിങ്ങനെ തെറി വിളിച്ചായിരിക്കും വില്ലൻ ബ്രോയെ എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുള്ളത്. അതായത് വില്ലൻ ബ്രോ നിങ്ങൾ എന്താ വരാത്ത ഞാൻ എന്നാലും റെസ്പെക്റ്റ് വിട്ടുള്ളൊരു ഇതില്ല. ഞാൻ വില്ലൻ ബ്രോ നിങ്ങൾ എന്താ വരാത്ത ഒരുമാതിരി ചുമ്മാ ഇങ്ങനെ കളിക്കല്ലേ അതായതാന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ വില്ലൻ ബ്രോയെ തെറി വിളിച്ചുകൊണ്ടേയിരിക്കും. അത് കേട്ടായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പരിചയമായിട്ടുള്ള വില്ലൻ ബ്രോയെ. അങ്ങനെയാണ് അവിടുന്ന് തുടങ്ങി വില്ലൻ ബ്രോ റോൾ പ്ലേയിൽ വന്ന് ആ ഒരു റോള് വില്ലൻ ബ്രോയെ കൊണ്ട് പറ്റണ ഒരു റോള് തിരഞ്ഞെടുത്ത് ഇന്ന് ഈ ചാനൽ വില്ലൻ ബ്രോയുടെ ചാനൽ 100K അടിക്കാൻ പോവുകയാണ്. സോ 100K എന്ന് പറയുമ്പോൾ ഗൈസ്, ഞങ്ങൾ കഴിഞ്ഞ ദിവസം അക്ഷയ് എൻ്റെ ഒരു ഫ്രണ്ട് ഞങ്ങൾ ഇതേപോലെ പറയുകയാണ്, ഞങ്ങൾ ഒരു ദിവസം ഇവിടെ വെള്ളം അടിക്കാൻ വേണ്ടി എല്ലാവരോടും കൂടിയപ്പം, അതായത് 1-2-3 മാസം അത് 3 ആവുന്നേ ഉള്ളൂ, 2-3 മാസത്തിന് മുമ്പത്തെ കാര്യമാണ്. 2-3 മാസം മുമ്പ് വില്ലത്തി 19,000 സബിൽ നിന്നപ്പം വില്ലത്തി പറഞ്ഞു, അവനോട് പറഞ്ഞു എടാ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് സബ് ചെയ്യാൻ പറയണേ, സപ്പോർട്ട് ചെയ്യണേന്ന് പറഞ്ഞപ്പം അവൻ ഇങ്ങനെ അവിടെ ഇരുന്ന് ഫോൺ എടുത്തിട്ട് അവൻ്റെ ഫ്രണ്ട്സിനെല്ലാം അയച്ചു കൊടുത്തു. ഫ്രണ്ട്സിനെല്ലാം അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, വില്ലൻ ബ്രോ ഞാൻ അയച്ചിട്ടുണ്ട്, ഇതാ ഇപ്പോൾ ഒരു 10-30 സബ് കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വില്ലൻ ബ്രോ ഭയങ്കര സന്തോഷം, 30 സബ് കൂടിയല്ലോ, ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇതേപോലെ ഞങ്ങളന്ന് ഷാപ്പിൽ പോയതിൻ്റെ അന്ന് അവനും ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ എന്നിട്ട് പറയുക, എൻ്റെ മോന് നമ്മൾ അന്ന് 19,000 കൗണ്ട് ചെയ്തതാ, ഇപ്പം 80,000 ആയി, ഇതെന്തുവാ ബ്രോ ഇങ്ങനെ എവിടെ പോകാണെന്നൊക്കെ ചോദിച്ചാൽ ആ ഒരു ലെവൽ നിങ്ങൾ റേഞ്ച് ആലോചിച്ച് നോക്കണം. അപ്പോൾ സത്യം കഴിച്ചു എൻ്റെ പൊന്നെ ഇങ്ങേരെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ എന്ന് പറഞ്ഞാൽ സ്ട്രീം ചെയ്യും എൻ്റെ പൊന്നു വില്ലൻ ബ്രോ എന്തേലുമൊക്കെ വാ തുറക്കെന്ന് പറഞ്ഞായിരുന്നു ബഹളം. ഇപ്പം ഉണ്ടല്ലോ, ഇപ്പം ഇങ്ങനെ എനിക്ക് വെളിയിൽ കാണാം. ഞാൻ സത്യമായിട്ടും കഴിച്ചു, ഞങ്ങൾ ഇന്നലെ ഒരു പെങ്കൊച്ച് വന്നിട്ട് ഞങ്ങളുടെ രണ്ടിൻ്റെ കൂടെ ഒരു ഫോട്ടോ തരാമോ വരയ്ക്കാനെന്ന് ചോദിച്ചോണ്ട് ഞങ്ങളുടെ രണ്ടിൻ്റെ ഒരു ഫോട്ടോ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ രണ്ടും ഒരുമിച്ചുള്ള ഫോട്ടോ ഇല്ല, രണ്ടുപേരും ഒരു വീട്ടിലായിട്ട് ഇതുവരെ രണ്ടുപേരും ഒരുമിച്ചുള്ളൊരു ഫോട്ടോ ഇല്ല. സത്യം ഞാൻ ഒരു കാര്യം പറയട്ടെ, വില്ലത്തി ചാനലിൽ എന്ന് ആക്റ്റീവായി തുടങ്ങിയോ അന്ന് തൊട്ട് ഞാനും വില്ലത്തി ഒരു ദിവസം കാണുന്നത് ഒരു 2-3 വട്ടമാണ്. സത്യമായിട്ട് സീരിയസ് ആയിട്ട് ഞാൻ പറയാം. ഞാൻ രാവിലെ ഇറങ്ങി ഇതിനകത്തിരുന്നുകൊണ്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കും. വില്ലത്തി അപ്പുറത്തെ റൂമിൽ ഇരുന്ന് ഗെയിം കളിക്കും. ഞാൻ ഇടയ്ക്ക് വെള്ളം കുടിക്കാനോ ഫുഡ് കഴിക്കുമ്പോൾ വില്ലൻ ബ്രോയെ കാണും. നിങ്ങളൊക്കെ കാണുന്ന പോലെ വില്ലൻ ബ്രോ ഹായ് ഓക്കെ ബൈ എന്ന് പറയാ. ഞാൻ എൻ്റെ റൂമിൽ വരും, കഥ ഉടയ്ക്കും. വില്ലൻ ബ്രോ ആ റൂമിൽ പോകും, കഥ ഉടയ്ക്കും. ഞങ്ങൾ തമ്മിൽ അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ രാത്രി അടുത്തതാകുമ്പോൾ രാത്രി കാണും, രാത്രിയിൽ ഇറങ്ങി വരും, രാത്രിയിൽ ഇതേപോലെ കാണും. എവിടെ സുഖമാണോ, അത്രേ ഉള്ളൂ, സംസാരിക്കുക, കയറി പോവുക. വില്ലൻ ബ്രോ പിന്നെ റിയോയിൽ സ്ട്രീം ഏറ്റവും രാത്രി എല്ലാം കഴിഞ്ഞിട്ട് ഞാനിവിടെ രാത്രി റിയോയിൽ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഫോണുമായിട്ട് എൻ്റെ അടുത്ത് വന്നൊരു 10 മിനിറ്റ് ഇരിക്കും, സംസാരിക്കും, പോകും. അത്രേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ എനിക്ക് വേറെ ഒന്നിനും കിട്ടണില്ല, ഒന്നിനും. അത്രയും ഡെഡിക്കേഷൻ ചെയ്യണുണ്ട്, അത്രയും ഡെഡിക്കേഷൻ. ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് യൂട്യൂബ് ചാനൽ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് പോകണം, അല്ലെങ്കിൽ 100K അടിക്കണം എന്നുള്ള ഒരാളെ ഞാനൊക്കെ എന്തുമാത്രം അടിച്ചെന്നറിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, കോമ്പറ്റേറ്റീവ് എന്ന് പറഞ്ഞ് ഞാനൊരു 4 മാസം ഒറ്റ പോക്കങ്ങ് പോയായിരുന്നു. 4 മാസത്തോളം ഞാൻ സ്ട്രീം ചെയ്തില്ല, കണ്ടന്റ് ഇട്ടില്ല, ഒന്നുമില്ല. മര്യാദക്ക് അതൊക്കെ ചെയ്തിരുന്ന ചിലപ്പോൾ ഇന്ന് ഞാൻ 200K അടിക്കായിരുന്നു.
ഈ ഒരു ലെവൽ കമ്മിറ്റ്മെന്റ് ഒന്നും എനിക്ക് പറ്റത്തില്ല. അതാ ഗൈസ്, നിങ്ങൾക്കൊക്കെ ഒരു സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട്, സർപ്രൈസ് എന്നല്ല ഞാനത് പറയാം. ഇപ്പം 98,000 സബ്സ്ക്രൈബേഴ്സ് എന്തോ ആവുന്ന സമയത്ത് എന്തോ 24 hours ലൈവ് എന്തോ ഇടാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ 10 പാക്കറ്റ് മറ്റേ റെഡ് ബുള്ളൊക്കെ ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ്. ആ ഡെഡിക്കേഷൻ ലെവൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 24 hours സ്ട്രീം ചെയ്ത് എന്നിട്ട് എന്നോട് പറഞ്ഞു 100K അടിക്കണ സമയത്ത് ഞാൻ കളിക്കണത് പബ്ജി ആയിരിക്കണം. സോ ഒരു 99.9 ഒക്കെ ആകുമ്പോൾ തൊട്ട് ഞാൻ പബ്ജി ആക്കും, പബ്ജി ആയിരിക്കും ഞാൻ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുക. First they ignore, then they ridicule you, then they fight you and then you win at Eagle Gaming. അതൊക്കെ അത്ര ഉള്ളു ചിഞ്ചു. അയ്യോ, ഇജാതി കമ്മിറ്റ്മെന്റ് കാണിക്കുന്ന ഒരു ആളെ ഒന്നും പറയാനില്ല കേട്ടോ. സത്യമായിട്ട് ഇന്നത്തെ ദിവസം ഞാൻ വില്ലംബ്രോയോട് സംസാരിച്ചു. ഇല്ല, ഇന്നത്തെ ദിവസം ഞാൻ വില്ലംബ്രോയെ കണ്ടിട്ടില്ല. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ? നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കും? ഇന്നത്തെ ബ്രോയെ കണ്ടിട്ടില്ല. ഇത്ര നേരമായിട്ട് 6:49 ഇന്നത്തെ ദിവസം ഞാൻ വില്ലംബ്രോയെ കണ്ടിട്ടില്ല. ഞാൻ വില്ലംബ്രോയെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോലും ഇല്ല. വില്ലംബ്രോ റൂമിനകത്താ. അപ്പൊ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി നിങ്ങൾ. ഞാനും അങ്ങനെ വെളിയിലോട്ടൊന്നും ഇറങ്ങത്തില്ല. ഒന്നെങ്കിൽ ഞാൻ ഫിലിം കാണും, അല്ലെങ്കിൽ ഞാൻ ഇതുമെല്ലാം നമ്മുടെ ഗെയിംസ് എല്ലാം കളിച്ചുകൊണ്ടിരിക്കും. അതായിരിക്കും. ഇത്ര നേരമായിട്ട് ഞാൻ വില്ലംബ്രോയെ കണ്ടിട്ടില്ല. ഞാൻ ഫുഡ് കഴിക്കാൻ എനിക്ക് ഇടയ്ക്ക് ഇത് വന്നായിരുന്നു. ഫുഡ് കൊണ്ടുവന്നപ്പോൾ ഞാൻ ഫുഡ് പോയി വാങ്ങിച്ചു. ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ ഇതിനകത്തിരുന്ന് എൻ്റെ ബെഡ്റൂമിൽ തന്നെ ഇരുന്ന് കഴിച്ചു, വെള്ളം കുടിച്ചു. ഒരു മിനിറ്റ്, നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ, ഒരു ഹാഷ്ടാഗ് വില്ലത്തിട്ടങ്ങ് നിറക്കേ. ഞാൻ ഇപ്പോൾ വിളിച്ചോണ്ട് വരാം, വെയിറ്റ് ചെയ്യും. ഹലോ, വിളിത്തി എന്തിനാ വിളിക്കുന്നേ? എന്തുവാടാ, എന്ത് പറഞ്ഞു? ഒന്നുമില്ല, ഞാനൊരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് എന്റെ ഇൻസ്റ്റയിൽ. ഞാനൊരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. അതിലുണ്ട് എൻ്റെ ഫസ്റ്റ് അതായത് എൻ്റെ ചാനലിലെ ഫസ്റ്റ് പുഷ് എന്ന് പറയുന്നത് എവിടെ നിന്നാണ് കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. വില്ലത്തി എന്താണ് സംഭവം? ഇവനെന്ത് പറഞ്ഞേ? അത് ഇൻഷില് എന്നെ അറിയാൻ തുടങ്ങുന്നത്, 4 പേര് അറിയാൻ തുടങ്ങുന്നത് അതിൽ നിന്നാണ്. ഈ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ അറിയാൻ തുടങ്ങുന്നത് അതിൽ നിന്നാണ്. വില്ലത്തി എന്താണ് സംഭവം? എന്ത് പറഞ്ഞേ? അതിലുണ്ട് അതെന്ന് വെച്ചാൽ ഞാൻ 178 സബിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഇവന്റെ കൂട്ടത്തിൽ സ്ട്രീം ചെയ്യുമായിരുന്നു. പക്ഷെ ഇവന് അറിയത്തില്ലായിരുന്നു. ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് ഇവനെ അറിയുന്നത് തന്നെ. ഞാൻ ഇന്ന് സ്ട്രീം ചെയ്യാറുണ്ടെന്ന് ഇവനെ അറിയുന്നത് തന്നെ ഒരുപാട് നാൾ കഴിഞ്ഞിട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു ഞാൻ സ്ട്രീം ചെയ്യുന്നുണ്ടെന്ന്. ഞാൻ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ അന്നൊരു സംഗതിയാണ്. അതിന്റെ കുറെ ദിവസം ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഇതുപോലെ തന്നെ സ്ട്രീം ചെയ്യാറുണ്ടായിരുന്നു. ആ സമയത്ത് ഇവനറിയത്തില്ല, ഞാൻ മിണ്ടത്തില്ല. ലൈക്ക് എൻ്റെ അകത്ത് മാക്സിമം പോയി കഴിഞ്ഞാൽ 1, 2, 3 പേര് വേണം. അതിനകത്ത് 2 ടാബ് എൻ്റെ തന്നെ ആയിരിക്കും. അത് കമന്റ് വായിക്കാനും പിന്നെ ആരെങ്കിലും നോക്കുമ്പോൾ 2 പേര് വേണ്ടേ ചാറ്റിൽ. ഞാൻ അങ്ങനെ ആയിരുന്നു. അതായത് ഇപ്പൊ ഇവനിപ്പം ഒരുപാട് മെസ്സേജും കാര്യങ്ങളും വരുന്ന സമയത്ത് ഞാൻ അതിന്റെ ഇടയ്ക്ക് കയറിയിട്ട് കമന്റ് വായിക്കുന്ന എന്തിനാ? അതോ 2, 3 പേരല്ലേ ഉള്ളൂ. അവന് ഡിസ്റ്റർബ് ആവണ്ടാന്ന് ഓർത്തിട്ട് ഞാൻ മിണ്ടാണ്ടിരിക്കും. വില്ലത്തി ഒരു കമ്മിറ്റ്മെന്റ് ആൻഡ് എഡ്യൂക്കേഷൻ ഈസ് സോ ഗ്രേറ്റ് എന്ന് പറഞ്ഞ് 40 rupees സൂപ്പർ ചാറ്റ്. എന്തിനാടാ നീ എന്ത് പറഞ്ഞ്? വിഭം എന്താ പറഞ്ഞേ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവന് ഇടയ്ക്ക് ഒരു റെയ്ഡ് തന്നു. അതായത് 178 നേരെ 300 പോയി. ലൈക്ക് അതെന്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു സംഭവം തന്നെയാണ്. അത് ഒരിക്കലും മറക്കത്തുമില്ല ഞാൻ. അതിപ്പോഴും ഞാൻ ഇത്ര പേരെ മുമ്പിൽ ഞാൻ പറയാണ്. അത് ഞാൻ ഇപ്പൊ ഇൻസ്റ്റയിൽ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴല്ല, കുറെ നേരമായി.
അതെനിക്ക് ഇന്ന് ഓർമ്മ വന്നു. ഞാൻ ആദ്യത്തെ ലൈവൊക്കെ ഇരുന്നിരുന്ന് കാണുമായിരുന്നു. ഞാൻ എങ്ങനെയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് എല്ലാം ഇരുന്ന് കാണുമായിരുന്നു. ലൈക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം വില്ലൻ അമ്മുക്കുട്ടി എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ടെങ്കിൽ അത് ഈഗിളിന്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്